some very disturbing news coming in, and this is what we were fearing, and we were hoping that does not happen. There was a stampede, unfortunately, ladies and gentlemen, right outside the Chinnaswamy Stadium. Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. I can't leave him alone. Alone എന്നാൽ തനിച്ച്. I can't leave him. എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അലോൺ തനിച്ച്. എനിക്ക് അവനെ തനിച്ച് വിടാൻ സാധിക്കില്ല. Man seen ഒരു പുരുഷനെ കാണുന്നു. Wailing at grave of son. വെയിൽ എന്നാൽ നിലവിളിക്കുക, കരയുക, ഇതൊക്കെയാണ് അർത്ഥം. ഗ്രേവ് എന്നാൽ ശ്മശാനം, ശവക്കുഴി, ഇതൊക്കെയാണ് അർത്ഥം. ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് അവനെ തനിച്ച് വിടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുരുഷൻ കരയുന്നു. മകൻ്റെ ശ്മശാനത്തിൻ്റെ അവിടെ കുഴിമാടത്തിൻ്റെ അവിടെ വച്ച് ഒരു പുരുഷൻ കരയുന്നു. ഹു അവൻ, ആ മകൻ. ലോസ്റ്റ് ലൈഫ് ആ മകന് ജീവൻ നഷ്ടപ്പെട്ടു. ഇൻ ബാംഗ്ലൂരു സ്റ്റാമ്പീഡ്. സ്റ്റാമ്പീഡ് എന്നാൽ കൂട്ടയോട്ടം, ഭയപ്പെട്ടുകൊണ്ടോടുക, വിരളി പിടിച്ചോടുക, ഇതൊക്കെയാണ് അർത്ഥം. ഈ ബാംഗ്ലൂരുവിലുണ്ടായ ഈ കൂട്ടയോട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ആ മകൻ്റെ കുഴിമാടത്തിൻ്റെ അവിടെ ഒരു പുരുഷനെ കരയുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കവനെ തനിച്ചു വിടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കരയുന്നതായിട്ട് കാണുന്നു. ബാംഗ്ലൂരു. ദ വിഷ്വൽസ് ഓഫ് എ മാൻ വെയിലിംഗ് അറ്റ് ക്ലിങ്ങിങ് ടു ഹിസ് സൺസ് ഗ്രേവ് ഹാവ് സർഫേസ്ഡ്. ദ വിഷ്വൽസ് ഓഫ് എ മാൻ ഒരു പുരുഷൻ്റെ ദൃശ്യങ്ങൾ. വെയിലിംഗ് ആൻഡ് ക്ലിങ്ങിങ്. വെയിലിംഗ് എന്നാൽ നിലവിളിക്കുക. ക്ലിങ്ങിങ് ടു എന്നാൽ പറ്റിച്ചേരുക എന്നുള്ള അർത്ഥമാണ്. ക്ലിങ്ങിങ് എന്നാൽ കെട്ടിപ്പിടിക്കുക. ടു ഹിസ് സൺസ് ഗ്രേവ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കുഴിമാടത്തിൽ അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നതായിട്ട് ഹാവ് സർഫസ്ഡ് അങ്ങനെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് അദ്ദേഹത്തെ കാണപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അവിടെ കുഴിമാടത്തിൻ്റെ അവിടെ കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യങ്ങൾ കാണപ്പെട്ടു. സർഫസ്ഡ് എന്നാൽ കാണപ്പെട്ടു. B.T. ലക്ഷ്മണൻ, ഫാദർ ഓഫ് ഭൂമിക് ലക്ഷ്മൺ. 21 വയസ്സാണ് ഈ മരണപ്പെട്ട മകൻ്റെ പ്രായം. അവൻ്റെ പേര് ഭൂമിക് ലക്ഷ്മൺ എന്നാണ്. അവൻ്റെ ഫാദറായിട്ടുള്ള B.T. ലക്ഷ്മൺ. ഹു ഡൈഡ് അവൻ, ആ മകൻ 21കാരനായ മകൻ. ഹു അവൻ, ഡൈഡ് മരണപ്പെട്ടു. ഇൻ ദ സ്റ്റാമ്പീഡ് കൂട്ടയോട്ടത്തിൽ. ദാറ്റ് ബ്രോക്ക് ഔട്ട് ആ കൂട്ടയോട്ടം ഉണ്ടായി. ഡൂറിങ് ദ വിക്ടറി പരേഡ് ഓഫ് ദ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇൻ ദ IPL അറ്റ് ദ ചിന്നസ്വാമി സ്റ്റേഡിയം. ആ കൂട്ടയോട്ടം പൊട്ടിപ്പുറപ്പെട്ടത് ഇവിടെയാണ്, ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. ഈ റോയൽ ചലഞ്ചേഴ്സിൻ്റെ വിക്ടറി പരേഡ്, വിജയാഘോഷം, ഇതിലാണ് ഈ സംഭവം, ഈ കൂട്ടയോട്ടം ഉണ്ടായത്. ആ കൂട്ടയോട്ടത്തിൽ മരണപ്പെട്ട വ്യക്തിയുടെ അച്ഛൻ ഈസ് സീൻ വെയിലിംഗ് അറ്റ് ഹിസ് സൺസ് ഗ്രേവ് ഇൻ ഹസൻ. ഈ ഹസൻ എന്നു പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. അവിടെ മകൻ്റെ ശ്മശാനത്തിൽ അവൻ്റെ അച്ഛൻ അലറിക്കരയുന്നതായിട്ട് കാണപ്പെടുന്നു. 11 people including a 14-year-old girl were killed. 11 people 11 ആളുകൾ including a 14-year-old girl were killed. ഇൻക്ലൂഡിങ് എന്നാൽ അടക്കം. ഒരു 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയടക്കം 11 പേർ കൊല്ലപ്പെട്ടു. വെൻ ആ സമയത്താണ് കൊല്ലപ്പെട്ടത്. എ സ്റ്റാമ്പീഡ് ബ്രോക്ക് ഔട്ട് ഒരു കൂട്ടയോട്ടം പൊട്ടിപ്പുറപ്പെട്ടു, ഒരു കൂട്ടയോട്ടമുണ്ടായി. ഡൂറിങ് RCB's വിക്ടറി പരേഡ്. ഡൂറിങ് എന്നാൽ അതിനിടയിൽ. RCB's വിക്ടറി പരേഡ് ആ പരേഡിനിടയിലാണ് ഈ കൂട്ടയോട്ടം ഉണ്ടായത്. അങ്ങനെ ആ കൂട്ടയോട്ടത്തിൽ പെട്ട് 11 ആളുകൾ കൊല്ലപ്പെട്ടു. ഈ 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയടക്കം 11 പേർ കൊല്ലപ്പെട്ടു. വാട്ട് ഹാപ്പൻ ടു മൈ സൺ ഷുഡ് നോട്ട് ഹാപ്പൻ ടു എനി വൺ. വാട്ട് ഹാപ്പൻ ടു മൈ സൺ എൻ്റെ മകന് എന്താണോ സംഭവിച്ചത്, ഷുഡ് നോട്ട് ഹാപ്പൻ ടു എനി വൺ അത് മറ്റൊരാൾക്കും സംഭവിക്കരുത്.
ഇതാണ് അർത്ഥം. വാട്ട് ഹാപ്പൻ ടു മൈ സൺ ഷുഡ് നോട്ട് ഹാപ്പൻ ടു എനി വൺ. എൻ്റെ മകന് എന്താണോ സംഭവിച്ചത് അത് മറ്റൊരാൾക്കും സംഭവിക്കരുത്. ഹീ ഈസ് ക്രിമേറ്റഡ് ഇൻ ദ ലാൻഡ് ഐ ബോട്ട് ഫോർ ഹിം. ഹീ ഈസ് ക്രിമേറ്റഡ്. ക്രിമേറ്റ് എന്നാൽ ശവദാഹം ചെയ്യുക. അവൻ്റെ ശവദാഹം നിർവഹിച്ചിട്ടുള്ളത് ഇൻ ദ ലാൻഡ് ഐ ബോട്ട് ഫോർ ഹിം. അവന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള സ്ഥലത്താണ്, ആ ഭൂമിയിലാണ് അവൻ്റെ ശവദാഹം നടത്തപ്പെട്ടിട്ടുള്ളത്. ബൈ എന്നതിൻ്റെ പാസ്റ്റാണ് ബോട്ട്. ഐ ബോട്ട് ഫോർ ഹിം എന്നാൽ ഞാൻ അവന് വാങ്ങിയ. ലാൻഡ് എന്ന് വെച്ചാൽ ഭൂമി. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ എനിവേർ എൽസ് നൗ. എനിക്ക് ഇപ്പോൾ ഒരിടത്തും പോകണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ എന്നാൽ എനിക്ക് പോകാൻ ആഗ്രഹമില്ല. എനിവേർ എൽസ് നൗ. എനിക്ക് ഇപ്പോൾ ഒരിടത്തും പോകാൻ ആഗ്രഹമില്ല, ഒരിടത്തും ഞാൻ പോകുന്നില്ല. ഐ വാണ്ട് ടു സ്റ്റേ ഹിയർ. എനിക്ക് ഇവിടെ നിൽക്കണം. നോ ഫാദർ ഷുഡ് ഫേസ് വാട്ട് ഐ ആം ഫേസിങ് ഹി സെഡ്. നോ ഫാദർ ഷുഡ് ഫേസ്. ഒരു അച്ഛനും നേരിടരുത്, അഭിമുഖീകരിക്കരുത്. വാട്ട് ഐ ആം ഫേസിങ്. ഞാൻ എന്താണോ അഭിമുഖീകരിക്കുന്നത്, ഞാനിപ്പോൾ എന്താണോ നേരിടുന്നത്, അത് ഒരു അച്ഛനും നേരിടരുത്, ഒരു അച്ഛനും ഉണ്ടാകരുത്. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. RCB won the IPL title after 18 years. വിൻ എന്നാൽ വിജയിക്കുക, അതിൻ്റെ പാസ്റ്റാണ് വൺ, വിജയിച്ചു. RCB വൺ. RCB വിജയിച്ചു ദി IPL ടൈറ്റിൽ ആഫ്റ്റർ 18 ഇയേഴ്സ്. 18 വർഷങ്ങൾക്ക് ശേഷം RCB IPL ടൈറ്റിലെ വിജയിച്ചു, സ്വന്തമാക്കി. ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഭൂമിക് ലക്ഷ്മൺ വാസ് എമംഗ് ദ ലാക്സ് ഓഫ് പീപ്പിൾ. ലാക്സ് എന്നാൽ ലക്ഷക്കണക്കിന്, എമംഗ് എന്നാൽ ഇടയിലുള്ള എന്നുള്ള അർത്ഥമാണ്. പീപ്പിൾ ഹു ഗ്യാതേർഡ് ഔട്ട്സൈഡ് ദ ചിന്നസ്വാമി സ്റ്റേഡിയം. ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത്, ഔട്ട്സൈഡ് എന്നാൽ പുറത്ത്, ആ പുറത്ത്, ഗ്യാതേർഡ് എന്നാൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള, ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റായിട്ടുള്ള മരണപ്പെട്ട ഭൂമിക് ലക്ഷ്മൺ. അവനും ആ കൂടിയിട്ടുള്ള ആളുകളിൽ ഉണ്ടായിരുന്നു. ഓൺ വെൻസ്ഡേ, ബുധനാഴ്ച ദിവസം, ടു സെലിബ്രേറ്റ് ആൻഡ് വാച്ച്, ആഘോഷിക്കാനും ആ മത്സരം കാണാനും വേണ്ടിയിട്ട് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരു വ്യക്തിയായിരുന്നു ഈ ഭൂമിക് ലക്ഷ്മണനും. ആഫ്റ്റർ ദ ട്രാജഡി, ട്രാജഡി എന്നാൽ ദുരന്തം, ആഫ്റ്റർ ദ ട്രാജഡി, ദുരന്തത്തിന് ശേഷം, ലക്ഷ്മൺ ഹാഡ് അഡ്രസ്ഡ്, ലക്ഷ്മൺ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ മരണപ്പെട്ട വ്യക്തിയുടെ അച്ഛനായിട്ടുള്ള ലക്ഷ്മൺ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടു ദ മീഡിയയോട്, ആൻഡ് റിക്വസ്റ്റഡ്, അഭ്യർത്ഥിച്ചിരുന്നു. ദ ഗവൺമെൻറ്റിനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു. നോട്ട് ടു കണ്ടക്ട് പോസ്റ്റ്മോർട്ടം ഓൺ ഹിസ് സൺസ് ബോഡി. കണ്ടക്ട് എന്നാൽ നിർവഹിക്കുക. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് അദ്ദേഹം ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മീഡിയയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഓൺലി വൺ സൺ ആൻഡ് നൗ ഐ ഹാവ് ലോസ്റ്റ് ഹിം. ഐ ഹാഡ് ഓൺലി വൺ സൺ, എനിക്ക് ആകെയുണ്ടായിരുന്നത് ഒരു മകൻ മാത്രമായിരുന്നു. ആൻഡ് നൗ ഐ ഹാവ് ലോസ്റ്റ് ഹിം, ഇപ്പോൾ എനിക്ക് അവനെ നഷ്ടമായി. എനിക്കുണ്ടായിരുന്നത് ആകെ ഒരു മകനായിരുന്നു. ആ ഏക മകനെ ഇപ്പോൾ എനിക്ക് നഷ്ടമായി. പ്ലീസ് ഗിവ് ഹിസ് ബോഡി വിത്തൗട്ട് കണ്ടക്ടിങ് എ പോസ്റ്റ്മോർട്ടം. അവൻ്റെ മൃതദേഹം വിത്തൗട്ട് കണ്ടക്ടിങ് എ പോസ്റ്റ്മോർട്ടം എന്നാൽ പോസ്റ്റ്മോർട്ടം നിർവഹിക്കാതെ, അവൻ്റെ മൃതദേഹം ഒരു പോസ്റ്റ്മോർട്ടം നിർവഹിക്കാതെ ദയവായിട്ട് നൽകൂ. ഇതൊക്കെ അദ്ദേഹം ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചതാണ്. മീഡിയയോട് അദ്ദേഹം പറഞ്ഞു. ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മേ വിസിറ്റേഴ്സ്. ചീഫ് മിനിസ്റ്ററും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും മേ വിസിറ്റേഴ്സ്, അവർ ഞങ്ങളെ സന്ദർശിച്ചേക്കും. മേ വിസിറ്റേഴ്സ് എന്നാൽ ഞങ്ങളെ സന്ദർശിച്ചേക്കും. അസ് എന്നാൽ ഞങ്ങളെ, വിസിറ്റ് എന്ന് വെച്ചാൽ സന്ദർശിക്കുക. മേ വിസിറ്റേഴ്സ് എന്നാൽ ഞങ്ങളെ സന്ദർശിച്ചേക്കും. ബട്ട് പക്ഷേ, ദേ കാൺ ബ്രിങ് ഹിം ബാക്ക്, പക്ഷേ അവർക്ക് അവനെ തിരിച്ചു നൽകാൻ സാധിക്കുകയില്ല, അവനെ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയില്ല. ചീഫ് മിനിസ്റ്ററും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ഞങ്ങളെ സന്ദർശിച്ചേക്കും, പക്ഷെ അവർക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ദേ കാൺ ബ്രിങ് ഹിം ബാക്ക് എന്നാൽ അവർക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ആ മരണപ്പെട്ട വ്യക്തിയുടെ അച്ഛൻ പറഞ്ഞു. ഹി സെഡ് ടിയർഫുള്ളി, ടിയർഫുള്ളി എന്നാൽ കണ്ണുനീരോടെ എന്നുള്ള അർത്ഥമാണ്. കരഞ്ഞുകൊണ്ട്
അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചീഫ് മിനിസ്റ്ററും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ഞങ്ങളെ സന്ദർശിച്ചേക്കും, പക്ഷേ അവർക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അവൻ്റെ മൃതദേഹം ദയവായിട്ട് ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം നിർവഹിക്കാതെ വിട്ടുതരൂ.